ഏപ്രിൽ 2, 2011 വാങ്കഡെ സ്റ്റേഡിയം വേൾഡ് ക്ലബ് ഫൈനൽ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക. ഇതൊരു സാധാരണ ക്രിക്കറ്റ് മാച്ച് മാത്രമായിരുന്നില്ല. ഇതൊരു രാജ്യം മുഴുവൻ ശ്വാസം പിടിച്ചു നിന്ന രാത്രിയായിരുന്നു. കാരണം 28 വർഷത്തിൻ്റെ കാത്തിരിപ്പുണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ. ഒരു നിറഞ്ഞ സ്റ്റേഡിയം, കൂടാതെ കോടിക്കണക്കിന് ജനങ്ങൾ കാത്തിരുന്ന് അവരുടെ വീട്ടിൽ കാണുന്നൊരു മാച്ചായിരുന്നു ഇത്. അപ്പോൾ സ്കോർ ബോർഡിൽ വന്നു 2 runs needed, 4 balls left. ആ മൊമെൻറ്റിൽ ഭയം തോൽവി കൊണ്ടല്ല, ഇത്ര അടുത്ത് വന്നിട്ട് കൈവിട്ടു പോകുമെന്നായിരുന്നു. ആ രാത്രി എല്ലാ വീട്ടിലും സെയിം സൈലൻസ്. TV ഫുൾ വോളിയം. ആരും അനങ്ങുന്നില്ല, ആരും കണ്ണു ചിമ്മുന്നില്ല. ക്രിക്കറ്റ് കാണാത്തവർ പോലും ആ നേരം TV യിൽ നിന്ന് കണ്ണു മാറ്റിയിട്ടില്ല. അപ്പോൾ ക്യാമറ ഒരു മുഖത്തേക്ക് ഫോക്കസ് ചെയ്തു. മഹേന്ദ്ര സിംഗ് ധോണി. ഇവിടെയാണ് ഈ കഥയുടെ ട്രാക്ക് മാറിപ്പോകുന്നത്. കാരണം ആ രാത്രിയിലെ ബിഗ്ഗസ്റ്റ് ഡിസിഷൻ ലാസ്റ്റ് ബോളിലല്ലായിരുന്നു, അതിന് മുന്നെയാണ്. ധോണി യുവരാജിന് പകരം സ്വയം കളത്തിലിറങ്ങി. ഈഗോ കൊണ്ടല്ല, മാച്ചപ്പ് കൊണ്ട്. മല്ലിങ്ങെ പോലെ ബൗളർ സ്ലിംഗ് ആക്ഷൻ, ബോൾ ഓക്വേർഡ് ആംഗിളിൽ വരും. പ്രഷർ ടൈമിൽ ലെഫ്റ്റ് ഹാൻഡ് ട്രാപ്പ് ആവുന്ന ചാൻസ് ഉണ്ട്. ധോണി അത് റീഡ് ചെയ്തു, സ്ട്രൈക്ക് എടുത്തു, റെസ്പോൺസിബിലിറ്റി എടുത്തു. ഇപ്പോൾ ധോണിയുടെ ബോഡി ലാംഗ്വേജ് നോക്കിയാൽ പാനിക്കില്ല, ധൃതിയില്ല, ഒരു കാം. ബൗളറിൽ തന്നെ പ്രഷർ ആക്കുന്നൊരു കാം. പിന്നെ ഫൈനൽ ബോൾ വരുന്നു. കുലശേഖര ബോൾ ചെയ്യുന്നു. അതൊരു യോക്കറല്ല, ലെങ്ത് ബോളാണ്. ധോണി സ്പെഷ്യൽ മൂവ് ഒന്നും കാണിച്ചില്ല, ഷോ ഒന്നുമില്ല, സ്ട്രെയിറ്റ് ക്ലീൻ സ്ട്രൈക്കാണ്. കാരണം പ്രഷറിൽ സിംഗിൾ സ്ട്രെയിറ്റ് ആണ് ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷൻ. പിന്നെ ബാറ്റ് സ്വിങ്ങോ വൈൽഡ് അല്ല, റഷ് അല്ല, ബാലൻസ്ഡ്, ഹെഡ് സ്റ്റിൽ. അതുകൊണ്ട് കോണ്ടാക്ട് അത്ര ക്ലീനായി വന്നത്. ബോൾ ആകാശത്തേക്ക് പോയി. ആ 2 സെക്കൻഡ് ഒരു രാജ്യം മുഴുവൻ ആ ഒരു വെള്ള ഡോട്ട് മാത്രം നോക്കിയിരുന്നു. പിന്നെ ആ ബോൾ ബൗണ്ടറി ക്രോസ് ചെയ്യുന്നു, ആൻഡ് ഇറ്റ് വാസ് എ 6. ആ മൊമെൻറ്റിൽ ഇന്ത്യ വേൾഡ് കപ്പ് ജയിക്കുന്നു മാത്രമല്ല, ഇന്ത്യയുടെ 28 വർഷത്തെ സ്വപ്നമാണ് സഫലമായത്. ആളുകൾ നിലവിളിച്ചു, കരയുന്നു, കെട്ടിപ്പിടിക്കുന്നു, തെരുവിൽ പടക്കം പിടിച്ച് ആഘോഷിക്കുന്നു. ആ മൊമെൻറ്റ് ഇപ്പോഴും എല്ലാ ഇന്ത്യക്കാരുടെ ഉള്ളിലും ഇപ്പോഴും അതേപടിയുണ്ട്. അന്നത്തെ ഷോട്ട് വെറും ഒരു ഷോട്ട് മാത്രമല്ലായിരുന്നു, അതൊരു ഡിസിഷനാണ്, അതൊരു ലീഡർഷിപ്പാണ്. പ്രഷറുടെ മുമ്പിൽ നെഞ്ചുയർത്തി ക്യാപ്റ്റൻ കൂളായി നടന്നു വന്ന് ഫിനിഷ് ചെയ്തൊരു മനുഷ്യരുടെ കൂടി ദിവസമാണത്. ഏപ്രിൽ 2, 2011. താങ്ക് യു. ലോകം ഫുട്ബോളിൻ്റെ രാജാക്കന്മാരുടെ കഥ പറയുന്ന കാലം. മെസ്സി, റൊണാൾഡോ തരംഗങ്ങൾ അലയടിക്കുന്നു. സ്റ്റേഡിയങ്ങൾ നിറഞ്ഞു, കയ്യടികൾ അവസാനമില്ലാതെ ഒഴുകി. പക്ഷേ ഇന്ത്യയിൽ ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു, കസേരകളുണ്ടായിരുന്നു, ആരാധകർ മാത്രമില്ലായിരുന്നു. വർഷം 2018. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വർഷം. ലോകകപ്പ് ആര് നേടും, ടോപ്പ് സ്കോറർ ആരാകും എന്നുള്ള ചൂടൻ ചർച്ചകൾ നടന്നു വരുന്നു. ഇവിടെ ഇന്ത്യയിലും ചേരിതിരിഞ്ഞുള്ള ചർച്ചകൾ തുടങ്ങിയിരുന്നു. എന്നാൽ ലോകകപ്പ് തുടങ്ങുന്നതിന് മുന്നേ, വെറും 3 മാസം മുന്നേ, ഇന്ത്യ മറ്റൊരു പ്രധാന മത്സരത്തിലായിരുന്നു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഹീറോ ഇന്ത്യ കോണ്ടിനെൻ്റൽ കപ്പ്. മാർച്ചിൽ തുടങ്ങിയ മത്സരത്തിൽ പക്ഷേ കാണികളില്ല, ആരവങ്ങളില്ല. അവിടെ ഒരു മനുഷ്യൻ ഓടിക്കൊണ്ടിരുന്നു. ഗോൾ വല വിറപ്പിക്കുകയായിരുന്നു ആ ഒറ്റയാൻ. ദേശത്തിൻ്റെ ജേഴ്സി വിയർപ്പിൽ നനയുകയായിരുന്നു. പക്ഷേ നോക്കി നിൽക്കാൻ ആരുമില്ല. നിസ്സഹായനായ ആ ക്യാപ്റ്റൻ്റെ പേരാണ് സുനിൽ ഛേത്രി. അന്നുവരെ ഇന്ത്യക്കായി 100-ലധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ. ഇന്ത്യയുടെ എക്കാലത്തെയും ടോപ്പ് സ്കോറർ. ലോകത്ത് തന്നെ മെസ്സി, റൊണാൾഡോയ്ക്കൊപ്പം ആക്റ്റീവ് ഇൻ്റർനാഷണൽ സ്കോറേഴ്സ് ലിസ്റ്റിൽ. പക്ഷേ ഇതൊന്നും സ്റ്റേഡിയം നിറച്ചില്ല. അന്നേ വരെ ഒരു ക്യാപ്റ്റനും ചെയ്യാത്ത കാര്യം അയാൾ ചെയ്തു. ഒരു മൊബൈൽ ക്യാമറ ഓണായി. സ്ക്രിപ്റ്റില്ല, പരസ്യവാചകങ്ങളില്ല. ആ ക്യാപ്റ്റൻ പറഞ്ഞു, ഞങ്ങൾ രാജ്യത്തിനായി കളിക്കുന്നു, പക്ഷേ സ്റ്റേഡിയങ്ങൾ കാലിയാണ്. ദയവായി ഞങ്ങളെ വന്ന് കാണും. നിങ്ങൾ പകരുന്ന ഊർജ്ജം വിലമതിക്കാനാവാത്തതാണ്. നിങ്ങൾ ഞങ്ങളെ ചീത്ത വിളിച്ചോളൂ, കൈയടിച്ചോളൂ, പക്ഷേ അവഗണിക്കാതിരിക്കൂ. ഇന്ത്യയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് നേരെ തിരിച്ചുപിടിച്ച കണ്ണാടിയായി മാറി ആ വാക്കുകൾ. അടുത്ത മത്സരം ഇന്ത്യ വേഴ്സസ് കെനിയ. നിശബ്ദത പ്രതീക്ഷിച്ച സ്റ്റേഡിയം കണ്ടത് തിരമ്പുന്ന ജനത്തിരക്കിനെ. തന്നെ വിശ്വസിച്ച ആരാധകർക്കായി 2 ഗോളുകൾ നേടി കളി ജയിപ്പിച്ചു ക്യാപ്റ്റൻ. പിന്നീടുള്ള മാച്ചുകളിലെല്ലാം മിന്നും പ്രകടനം കാഴ്ചവെച്ച ഛേത്രി ടോപ്പ് സ്കോറർ ഓഫ് ടൂർണമെൻറ്റായി രാജ്യത്തിന് വേണ്ടി കപ്പ് ഉയർത്തി. ഈ കഥ ഇതോടെ അവസാനിക്കുന്ന ഒന്നല്ല.
വീണ്ടും ഒരു ലോകകപ്പിന് അരികിലാണ് നമ്മൾ. ആരാധനയും പ്രോത്സാഹനവും മറ്റ് ലാറ്റിൻ അമേരിക്കൻ യൂറോപ്യൻ ടീമുകളോടുള്ളതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ടീമിനെയും വളർത്താനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം.